ഇതാസ് പ്രയറെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ അത് അതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരി എന്ന് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. എന്നാലും നന്നായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ആദ്യമായിട്ട് കുക്കിങ്ങിന് ആരംഭിക്കുന്നവർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മാമ്പഴത്തിന് ചെറിയ സൈസ് മാങ്ങ തന്നെ നമുക്ക് വേണം. അപ്പോൾ അങ്ങനത്തെ മാങ്ങ ഒരു 8-9 എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ നമ്മൾ ചപ്പി പിടിക്കുന്ന ചെറിയ മാങ്ങയില്ല, ആ മാങ്ങ തന്നെയാണ്. കുറച്ച് പുളിയുള്ള മാങ്ങയാണ് നമുക്ക് എപ്പോഴും മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലത്. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 2 പച്ചമുളക് ഒന്ന് എരിവിനനുസരിച്ചിട്ട് ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. പിന്നെ ഒന്ന് ഫ്ലെയിം ഓണാക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് മധുരത്തിന് വേണ്ടി കുറച്ച് 2 സ്പൂൺ പഞ്ചസാരയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം. ഞാൻ 2-2.5 സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ആ പുളി ഇതൊക്കെ ബാലൻസ് ചെയ്യും. ഇതൊന്ന് വേവാനായിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു 1/4 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അരച്ചെടുക്കുക. നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മളിത് അരച്ച് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി വെച്ചത്. ഇനി മാങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തളിച്ച് കഴിഞ്ഞാൽ കറി വളരെ എളുപ്പമാണ്. 10 മിനിറ്റ് നേരത്തെ ഒരു സമയം വേണ്ട. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ സീസണിൽ ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുളക് പൊടിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായി നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ 2-3 സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി വേവിച്ചു തന്നപ്പോഴേക്കും നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് അതിൽ ചേർന്ന് ഒന്ന് കുറുകി വരണം. അത് കഴിയുമ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കും. പക്ഷേ ആ തൈര് നമ്മൾ അധികം ചൂടാക്കാനേ വെള്ളം അല്ലാണ്ട് തിളപ്പിക്കാൻ പാടില്ല. ഇത് തേങ്ങയുടെ ഈ അരപ്പ് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് ചെറുതായി വറ്റി വരുന്നു. ആ സമയം കൊണ്ട് തൈര് ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് നല്ല അത്യാവശ്യം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കും. അടിച്ചു കൊണ്ടുവരാം. തേങ്ങ നമ്മളൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിവിടെ കടുകൊന്ന് തളിക്കാനുള്ളത് നമുക്കൊന്ന് ആക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച്
ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഉലുവിട്ട് കൊടുക്കുക. നാടൻ കറികളിലെല്ലാം ഇങ്ങനെ ചേർക്കും മൂലയിൽ ചേർക്കുന്നതിലൊക്കെ നമുക്കൊന്ന് ഉലുവ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ സിമ്മിലാക്കിയിട്ട് ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധികം നമ്മൾ തിളപ്പിക്കേണ്ട, വെറുതെ ഒന്ന് ചൂടായാൽ മതി. ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെയായിരുന്നു പഴയ ആൾക്കാർ പറയും. തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുക. നല്ല തിക്കായ ഗ്രേവിയോട് കൂടിയതാണ്. ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കുക. കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓഫാക്കും. അപ്പുറത്ത് നമ്മൾ കുറച്ച് സാധാ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത്, നാടൻ സാധനങ്ങൾക്ക് വെളിച്ചെണ്ണയാണ്. കുറച്ച് അര സ്പൂൺ കടുകും അര സ്പൂൺ ഉലുവ പൊട്ടിക്കുന്നതായിട്ട് എന്തായാലും ഇങ്ങനെയുള്ള നാടൻ കറികളിൽ, പ്രത്യേകിച്ച് മൂര് ചേർക്കുന്ന കറികളിലെല്ലാം ഉലുവ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഉലുവയും വറ്റൽമുളകും പൊട്ടിച്ച് കുറച്ച് മുളക് അതിൽ ചതച്ചിട്ട് കഴിഞ്ഞാൽ, കറിവേപ്പിലുണ്ടെങ്കിൽ എന്തെങ്കിലും കറിവേപ്പിലുണ്ടെങ്കിൽ അത് ചേർത്താൽ വളരെ നല്ലതാണ്. ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫാക്കാം. ഉപ്പൊക്കെ പാകാമെന്ന് നോക്കുക. നമുക്ക് നമ്മൾ അത് കടുക് ഉലുവയും ചെറുതായിട്ട് പൊട്ടി ഒടുങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. സ്വല്പം ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇത് ഒന്ന് ഇതിലേക്ക് ഒഴിക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വയ്ക്കുക. നല്ലൊരു മാമ്പഴ പുളിശ്ശേരി അപ്പോൾ റെഡിയായി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റില്ലാന്ന് ഈ മാമ്പഴ പുളിശ്ശേരി. നമ്മൾ ചട്ടിക്കുടിയ മാങ്ങ, ചെറിയ സൈസ് മാങ്ങയാണ് നമ്മൾ ഇത് എടുക്കുന്ന നാടൻ കറിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 8-9 മാങ്ങ എടുത്ത് നന്നായി പഴുത്ത് മാങ്ങ, കുറച്ച് പുളിയുള്ള സൈസ് മാങ്ങയാണ് നല്ലത്. അപ്പോൾ അത് 2 സ്പൂൺ, നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം. ഞാൻ പഞ്ചസാരയാണ് എടുത്തത്. പഞ്ചസാര 2-3 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ അര സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 2-3 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് മാങ്ങ നന്നായി വേവിച്ച് മാങ്ങയൊക്കെ നന്നായി വറ്റിച്ചെടുത്ത് വെള്ളത്തിൽ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ, ഒരു 3/4 തേങ്ങ എടുത്ത് അതിൽ ജീരകം, 2 പച്ചമുളക്, പിന്നെ 5-6 കുരുമുളകിൻ്റെ 5-6 എണ്ണം കഷ്ണം ചെറുതായി ഇട്ട് കൊടുക്കുക. പിന്നെ ജീരകവും 2 പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അത് ഏകദേശം മാങ്ങ എല്ലാം വെന്ത് കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഈ അരച്ച തേങ്ങ കൂട്ടിട്ട് ചേർക്കുക. എന്നിട്ട് ഒരു കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ട്, നമ്മൾ വീട്ടിൽ തന്നെ ഒഴിച്ച് വെച്ച തൈരാണ് എടുത്തത്, നാടൻ തൈര്. അപ്പോൾ കുറച്ച് പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ തൈര് എടുത്ത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം തൈര് ചേർക്കാൻ, അങ്ങനെ പിരിഞ്ഞു പോകും. അതൊന്ന് നന്നായി ചൂടാവാനേ പാടുള്ളൂ. അത് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ് പിരിയാനൊക്കെ നോക്കണം. അപ്പോൾ ചൂടായി കഴിയുമ്പോൾ ഒരു 3 മിനിറ്റ് നേരം തൈര് വെച്ച് ആയി കഴിയുമ്പോൾ അപ്പുറത്ത് താളിക്കാനുള്ള കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഇഷ്ടപ്പെടും. പിള്ളേർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഈ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേ കാരണവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ഒന്ന് നിങ്ങൾ ബന്ധുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.